ഇതാണ് നമ്മുടെ മലേഷ്യയിലെ കേബിൾ കാർ. നെക്സ്റ്റ് നമ്മൾ മലേഷ്യയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേബിൾ കാറാണ്. ഇതിൻ്റെ ആശയത്തിൻ്റെ ഉടമ ഒരു ചൈനക്കാരനാണ്. 18 വയസ്സിൽ മലേഷ്യയിൽ വന്ന് 2 വർഷം ജോലി ചെയ്തിട്ട് പുള്ളിയുടെ ആശയത്തിൽ ഉണ്ടായതാണ് ഈ കേബിൾ കാർ. ഇപ്പോൾ കേബിൾ കാറിൻ്റെ ഞങ്ങൾക്കിപ്പോൾ കയറാൻ പോകുന്നതാണ്. ഇതിൻ്റെ ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ട്രാവൽസ് എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. നമ്മളിപ്പോൾ കേബിൾ കാറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ കേബിൾ കാറിൽ കയറുന്ന ഫ്രണ്ട്സാണ്. ഇവർ താടിക്കാരൻ ആജിക്കുകയാണ്. ഐ ലൈക്ക് യുവർ താടി. നിങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ കോളേജസ് ആണ്. നമ്മുടെ ടൂർ പാക്കേജിൽ വന്നതാണ്. 44 മെമ്പേഴ്സ് ഉണ്ട്. ഓൾറെഡി 44 മെമ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ ഇവിടെ ഉണ്ട്, അനിൽകുമാർ. പുള്ളി ഫുള്ള് ട്രാവലാണ്. പുള്ളിയാണിത്. നമ്മൾ അനിൽകുമാർ ചേട്ടനാണിത്. അനിൽകുമാർ അതെല്ലാം മാറിപ്പോയോ? അപ്പോൾ നമ്മൾ കേബിൾ കാറിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ചൈനയെ മലേഷ്യനെക്കാളും ഒരു 10 വർഷം പിറകിലാണ് നമ്മളിപ്പോൾ ഇന്ത്യ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അംബാനി അദാനിയൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു കേബിൾ കാർ ഇന്ത്യയിലും ഉണ്ട്. പക്ഷെ ഇത്ര സേഫ്റ്റി ആയുള്ള കേബിൾ കാർ ഞാൻ കണ്ടിട്ടില്ല. കേബിൾ കാർ ഉണ്ട്, അത് സേഫ്റ്റി ഇല്ല. ഒരു സേഫ്റ്റി ഇല്ലാതെയാണ് ഇന്ത്യയിൽ. വീണാലേ 1 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കണം. ഇവിടെ വീണാൽ 50 ലക്ഷം ഇങ്ങോട്ട് കിട്ടും. ഇന്ത്യയിൽ വീണാൽ 1 ലക്ഷം അങ്ങോട്ട് കൊടുക്കണ്ടേ. അതിൻ്റെ കേബിൾ കാർ തകരാറാക്കിയെന്നൊരു കേസുണ്ട്. അതാണ് അത്രയും നല്ല ഭരണമാണ് നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മലേഷ്യ. നിങ്ങളെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യണമെങ്കിൽ മലേഷ്യ ചൂസ് ചെയ്യണം, ദെൻ സിംഗപ്പൂർ ചൂസ് ചെയ്യണം, ദെൻ തായ്ലാൻഡ് ചൂസ് ചെയ്യണം, ദെൻ ബാങ്കോക്ക് ചൂസ് ചെയ്യണം. അതുപോലെ ഒരുപാട് എൻ്റെ വീഡിയോസ് വരുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നേപ്പാളാണ്. അതിനുശേഷം നെക്സ്റ്റ് യൂറോപ്പാണ്. 10 മെമ്പേഴ്സേ കേബിൾ കാറിലൊക്കെ ഞാൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. കയറിയതിന് ശേഷം വേറെ വീഡിയോ.